Good afternoon. Okay. നമ്മള് എവിടെയാണ് ഫാർമസിയിലാണ് അല്ലെ? ഫാർമസിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് സെക്ഷനിൽ എത്തി. എന്താണ് എന്തൊക്കെയോ മെസ്സേജ് ഇങ്ങനെ ചെയ്യണ്ടല്ലോ. ഇപ്പൊ ഫാർമസി ഈ ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ എനിക്ക്. ആഴ്ചയിൽ 3 ക്ലാസ് ഞാനല്ലേ വരുന്നേ. അപ്പൊ അതുകൊണ്ട് ഈ ഫാർമസിയുടെ ഈ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞാണ്. അതാണ് നിഷാമ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നിങ്ങളോട്. നിഷാമം അവിടെ മെഡിക്കൽ ടെർമിനോളജി അല്ലേ എടുത്തുകൊണ്ടിരുന്നത്? ടെർമിനോളജി അല്ലേ? അപ്പൊ അതിന്റെ എത്ര വരെയും 52 വരെ മിസ് പറഞ്ഞായിരുന്നല്ലേ? അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞു 52 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അബ്രിവേറ്റഡ് ഫോംസ്. ഓക്കെ, അപ്പൊ അതില് ഇത് കഴിഞ്ഞതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ബാക്കി കുറച്ചും കൂടി പറയാം. ഓക്കെ, അത് ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ടോപ്പിക്കുകൾ തീരാറായല്ലോ ഇല്ലേ? നമ്മുടെ ചാപ്റ്റർ നമ്മുടെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതിൽ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഈ ഫാർമസി എന്ന് പറയുന്നത്. ഫാർമസി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അബ്രിവേറ്റഡ് ഫോം കുറച്ച് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്നുള്ളൂ. ഇനിയിപ്പോ അല്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേ അല്ലേ നിഷാമാമിന് വരുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇതിപ്പോ എങ്ങനെയായാലും കുഴപ്പമില്ല, അബ്രിവേറ്റഡ് ഫോം ആണ്. ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത് ടൈം അനുസരിച്ച് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഇത് കഴിയുകയാണെങ്കിൽ ഞാൻ അതിപ്പോ കഴിഞ്ഞ ബാച്ചിനാണെങ്കിലും നിങ്ങളുടെ തൊട്ട് മുന്നുള്ള ബാച്ചിന് റിവിഷനാ ചെയ്യിച്ചേ. ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അവരെ കൊണ്ട് തന്നെ ക്ലാസ്സിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു പോവുക ചെയ്തത്. അപ്പൊ നമ്മുടെ ഈ പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ റിവിഷൻ തരാം. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോ നെക്സ്റ്റ് മൺഡേ അല്ലേ നിഷാമാമിനുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാം ഒന്ന് ജസ്റ്റ് കുറച്ചൊന്ന് ഷെയർ ചെയ്തോ. അപ്പൊ അത്രയും അവിടെ തീർന്നു പൊക്കോളൂല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അതാണെങ്കിൽ വേഗം തീർന്നു പോകും. അബ്രിവേറ്റഡ് ഫോം ആണ്, ഡീറ്റെയിൽ ഒന്നുമില്ല. നമ്മൾ ഓരോന്നിന്റെ അബ്രിവേഷൻ ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതിന് ശേഷം ഞാനത് കുറച്ചെടുക്കാം, എന്നിട്ട് ഞാൻ റിവിഷൻ തരാം കേട്ടോ. വേഗം ഉണ്ടാവോ? എക്സാമിന്റെ ഞങ്ങൾ എല്ലാവരുടെ കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെ തൊട്ട് മുന്നത്തെ ബാച്ചിന്റെ എക്സാം നെക്സ്റ്റ് തേഴ്സ്ഡേ ഫ്രൈഡേ ആയിട്ടാണ് അവർക്ക് കൊടുത്തതിന്റെ ഡേറ്റ്. നിങ്ങൾ വന്നിട്ടൊന്നുമില്ല, പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനിയുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ക്രീസമാമിനോരുണ്ട്, പിന്നെ നിങ്ങൾക്ക് സോണി മിസ്സിൽ അല്ലെ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ നിഷാമാമിന്റെ. അതിന്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഡേറ്റ് ഒന്നും തന്നിട്ടില്ല. നമ്മുടെ പോർഷൻസ് കഴിയണേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വേഗം പോർഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിവിഷൻ തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കൊടുത്തു. അപ്പൊ അവർക്ക് അത് ഇഷ്ടമായി. എല്ലാ ചാപ്റ്റർ വൈസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കുറച്ചും കൂടി ഒന്നുകൂടെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിവിഷൻ തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പേപ്പർ അതിന്റെ എക്സാമിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ കൂടുതൽ പറയാനുള്ള അത് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ള വോയിസ് ഇല്ല. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് തരും. ഓക്കെ, എക്സാമിന്റെ ഡേറ്റ് ഏതൊക്കെയാണ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തരും. അത് തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. എക്സാമിന്റെ ഡേറ്റ് ആയിട്ടില്ല, ആരും ടെൻഷൻ അടിക്കേണ്ട. ഡേറ്റ് വന്നിട്ടില്ല. നമ്മുടെ ലാസ്റ്റ് പോർഷനൊക്കെ ആയി നിൽക്കുവാണ്. ഫസ്റ്റ് സെക്കൻഡ് ഒരു ഇതിന്റെ ഓരോ പേപ്പർ വൈസ് ആണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പറിന്റെ ലാസ്റ്റ് സെക്ഷനിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഫാർമസിയിലേക്ക് വരാം. ഫാർമസിയിൽ ലാസ്റ്റ് കുറച്ച് പോർഷൻസ് ഉണ്ട്, അത് നോക്കാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അബ്രിവേഷൻ കുറച്ച് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ആ ഇന്റർവ്യൂ തയ്യാറാക്കുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം എന്നുള്ളത്. എന്താ പറയുക, ABCD F വരെയുള്ള പോയിന്റ്സ് ഇല്ലേ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പേഷ്യന്റിന്റെ ID നമ്പർ, പേഷ്യന്റ് ബെഡ് നമ്പർ, പേഷ്യന്റ് നെയിം, ഡോസ് ആൻഡ് ലബോറട്ടറിയുടെ ചാപ്റ്റർ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. പ്രീസാമല്ലേ സ്റ്റാർട്ട് ചെയ്തോ? നിങ്ങൾക്ക് ഇല്ല, കഴിഞ്ഞിട്ടില്ല. ചാപ്റ്റർ ഉണ്ട്, അവിടെ ഉണ്ട്. ഓക്കെ, പേഷ്യന്റ് ലാസ്റ്റ് ആവുമ്പോഴേ ഇതുപോലെ ആദ്യം പോർഷൻ തീരുന്നവര് ചിലപ്പോ എന്താ പറയാ, പോർഷൻ ഒത്തിരി തീർക്കാനുണ്ടെങ്കിൽ
അതൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തെടുക്കും. എന്നുവെച്ചാൽ വേറൊന്നും അല്ല, നമുക്ക് വേഗം പോർഷൻ തീർന്നാൽ നിങ്ങൾക്ക് അത്രയും റിവിഷൻ തരാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ. അല്ലെങ്കിൽ ഓരോ മിസ്സിന് മാത്രം വേഗം തീർന്നു മറ്റുള്ളവർക്ക് അവിടെ എടുക്കും. ഇത് നമ്മുടെ എന്താ പറയാ, ഇത് നമുക്ക് നിങ്ങൾക്കും ഞങ്ങൾക്കും സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടീച്ചേഴ്സ് അത് ഡിവൈഡ് ചെയ്തെടുക്കണമെന്നുള്ളൂ. എല്ലാ ടീച്ചേഴ്സും എല്ലാ അത് തന്നെ വെരി ഗുഡ് ടൈം. അത് വെച്ചാൽ എല്ലാ ടീച്ചേഴ്സും എല്ലാ ചാപ്റ്ററും എടുക്കാനായിട്ട് ഇതാണ്. ഇപ്പൊ ഞാനിവിടെ എടുക്കുന്നതായിരിക്കില്ല നെക്സ്റ്റ് ബാച്ചിൽ എടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ പോർഷൻസ് ജസ്റ്റ് നിങ്ങളും ഒരാളെ തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മടുപ്പാവില്ലേ അല്ലേ? എപ്പോഴും ഒരാൾ തന്നെ വന്നിങ്ങനെ പറയുമ്പോ അപ്പൊ നിങ്ങൾക്ക് ഒരു ഇത് വേണ്ടേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ പോർഷൻസ് ജസ്റ്റ് ഒന്ന് കുറച്ച് ടോപ്പിക്കുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുക്കണമെന്നുള്ളൂ. ഇപ്പൊ ചാപ്റ്റർ കൂടുതൽ ക്ലാസ് കിട്ടുന്നവർക്ക് അതിനനുസരിച്ചുള്ള ടോപ്പിക് ഉണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് അതെ നിങ്ങളുടെ തൊട്ടുമുന്നേ 12th ബാച്ചിലും അതെ 3 ക്ലാസ്സിൽ ഇത് ആഴ്ചയിൽ വരുന്നത്. അപ്പൊ എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ചാപ്റ്റർ അതിനകത്ത് വരുന്നത് കവർ ചെയ്യാൻ. ഇപ്പൊ നിഷാ മാമിന് ആഴ്ചയിൽ ഒരു ക്ലാസ് വന്നോളൂ. അപ്പൊ അതിനനുസരിച്ച് പോർഷൻ അവിടെ മിസ്സിന് കുറവായിരിക്കും എന്നുള്ളൂ. ഇനിയിപ്പോ ആർക്കടെയാണോ അവിടെ തീരാൻ കൂടുതലുള്ളത് അവർക്കടെ ചാപ്റ്റർ ജസ്റ്റ് ഷെയർ ചെയ്ത് എടുക്കും. അപ്പൊ വേഗം നമ്മുടെ ചാപ്റ്റർ തീർന്നാലാണ്, എല്ലാവരും ഒപ്പം തീർന്നാലാണ് എല്ലാവർക്കും റിവിഷൻ തരാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ തൊട്ട് മുന്നേ ബാച്ചിനെ ഞാൻ ചെയ്യിച്ചതാണ്. നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, നിങ്ങൾ അതിന് ആൻസർ പറയുക, മെസ്സേജ് ചെയ്യുക. നമുക്ക് അങ്ങനെ എല്ലാ ചാപ്റ്റർ വൈസും ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. അത് നിങ്ങൾക്കും നല്ലതായിരിക്കും. എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് നമുക്ക് ചെയ്യാം. അത് ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഇതങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഫാർമസി കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നോക്കിയേ, അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞ പേഷ്യന്റിന്റെ ID നമ്പർ നോക്കണം, പേഷ്യന്റ് ബെഡ് നമ്പർ നോക്കണം, പേഷ്യന്റിന്റെ നെയിം, ഡോസ് ആൻഡ് ഡോസേജ്, സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്, ദെൻ ലാസ്റ്റ് ഇന്ത്യൻ റിസീവ് പേപ്പർ. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് ഫിനാൻസ് ആണ്. നമ്മൾ പറഞ്ഞതാണ്, 2-3 പോയിന്റ് പറഞ്ഞതാണ് ക്ലാസ്സിൽ. എങ്കിലും ഒന്നുകൂടി ഞാൻ പറയാണ്, ഫിനാൻസ്. ഇപ്പൊ ഫാർമസിയിലേക്കുള്ള ആ മെയിൻ സോഴ്സ്, പണത്തിന്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞ ഏതാണ്? പ്രൈമറി സോഴ്സ് ആരിൽ നിന്നാണ്? പേഷ്യൻസിൽ നിന്നാണ് അല്ലെ? പേഷ്യൻസ് മരുന്ന്. ഫസ്റ്റ് പോയിന്റ് ആണോ പറഞ്ഞത്? 3 പോയിന്റ് പറഞ്ഞില്ലേ നമ്മള്? ഓക്കെ, ഞാൻ എന്തായാലും ആദ്യം തൊട്ട് ഞാൻ പറയാണ്, ചെറിയ കുഞ്ഞു പോയിന്റ് അല്ലേ. അപ്പൊ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? പേഷ്യന്റിൽ നിന്നാണ്. ചാർജ് ഓൺ ഫ്രം ദ പേഷ്യന്റ്. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഫാർമസിയിലെ ഫിനാൻസിന്റെ മെയിൻ സോഴ്സ് ആരാണ്? മെയിൻ സോഴ്സ് പേഷ്യന്റ്. അതായത് മരുന്ന് മേടിച്ചു കഴിയുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കും, ഫാർമസിയിൽ കൊടുക്കും. അപ്പൊ ഫാർമസിയിലുള്ള പണത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ്, ഉറവിടം പേഷ്യന്റ് തന്നെയാണ്. പേഷ്യന്റ് അങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. പ്രൈമറി സോഴ്സ്, ചാർജ് ഗോൺ ഫ്രം ദ പേഷ്യന്റ്. പേഷ്യന്റിൽ നിന്നും കിട്ടുന്ന ചാർജ്, ആ പൈസയാണ് പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയാം. പണത്തിന്റെ ഫിനാൻസ് ആയതിന്റെ മെയിൻ സോഴ്സ് പേഷ്യന്റിൽ നിന്നാണ്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ചാർജ് ഗോൺ ഫ്രം ദ പേഷ്യന്റ്. ഇനി നോക്കിയേ, സെക്കൻഡ് പോയിന്റ് എന്താ? ചാർജസ് ഗോട്ട് ബൈ ദ പേഷ്യന്റ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ്. അപ്പൊ പൈസ നമുക്ക് പേഷ്യൻസ് നേരിട്ട് തന്നെ ഫുള്ള് ക്യാഷ് ആയിട്ട് നമുക്ക് കൊടുക്കാം അല്ലെ? പൈസ നമുക്ക് നേരിട്ട് തന്നെ ഫുള്ള് ക്യാഷ് ആയിട്ട് നമുക്ക് അവിടെ കൊടുക്കാം. ചാർജ് ഗോട്ട് ബൈ ദ പേഷ്യൻസ് ആർ ഐദർ ഫുള്ളി പെയ്ഡ്, ഫുള്ളായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഓർ ഫ്രം ദ തേർഡ് പാർട്ടി, അല്ലെങ്കിൽ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ കാശ് കൊടുക്കണ്ടല്ലോ. ഈ ഇൻഷുറൻസ് കമ്പനികൾ അത് ആ പൈസ എത്രയാന്ന് വെച്ചാൽ അവരത് അഫോർഡ് ചെയ്തോളും. അതിന്റെ കോസ്റ്റ് അവരത് അഫോർഡ് ചെയ്തോളും, അവർ കൊടുത്തോളും. നമുക്ക് എന്താണ്? പേഷ്യൻസിന് ഫുള്ളി പേയ്മെന്റ് ആയിട്ട് കൊടുക്കാം. ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ളവർക്ക് നേരെ ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസിൽ നിന്നും ഓർ ഫ്രം ദ തേർഡ് പാർട്ടി. ഇനി മൂന്നാമത്തെയാണ് റിസർച്ച് വർക്ക്. പറഞ്ഞല്ലോ നമ്മള്, റിസർച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ ലാബിലെ ആ എക്യുപ്മെന്റ്സുകളൊക്കെ ഇപ്പൊ പുറത്തുനിന്നുള്ള ഒരു റിസർച്ചിനായിട്ട് ഡോക്ടേഴ്സോ മറ്റുള്ളവരൊക്കെ വന്ന്, അല്ലെങ്കിൽ ഫാർമസിസ്റ്റോ അവരൊക്കെ വന്ന് റിസർച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ലാബിലെ സാധനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലെ? എക്യുപ്മെന്റ്സ് ഒക്കെ അവർ ഉപയോഗിക്കും, പിന്നെ ലാബും അത് അവർ ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ചാർജ് എന്നുള്ള നിലയിൽ ആ റിസർച്ച് വർക്കേഴ്സിൽ നിന്ന് കുറച്ച് പൈസ മേടിക്കാം. ഓക്കെ, ഇത്ര രൂപ എന്നുള്ള രീതിയിൽ എന്താണ് ആ ഫാർമസിക്ക് ഈടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സോഴ്സ്.
റിസർച്ച് വർക്കിൽ നിന്ന് കിട്ടുന്ന പൈസ. ഇനി അടുത്തത് ഇൻവെസ്റ്റഡ് എൻഡോൺമെന്റ് ഫണ്ട്. എൻഡോൺമെന്റ് ഫണ്ട് കേട്ടിട്ടില്ലേ? അല്ലെ? എൻഡോൺമെന്റ് ഫണ്ട്. The endowment fund are funded mainly through donation. Donation ഒക്കെ. The fund have a specific policies that concern investment, withdrawal and the usage of the funds. അപ്പൊ അതിന്റെ വിഡ്രോ ചെയ്യുന്ന ആ ഫണ്ട് ഇത്ര രൂപ അവരൊരു ഡൊണേഷൻ പോലെ ഫണ്ടാണ് എൻഡോൺമെന്റ് ഫണ്ട്. ഇന്ന കാര്യത്തിന് ഇത്ര രൂപ ഒരു ഫണ്ടായിട്ട് കൊടുക്കുക. അത് ഓരോന്നിനും പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കും അല്ലെ? അതിന് നമ്മൾ അത് ആ ഫണ്ടിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അത് എന്താ പറയാ കൺസേൺ ഇൻവെസ്റ്റ്മെന്റ്, അത് പിന്നെ അത് വിഡ്രോ ചെയ്യുന്നതിന് പിൻവലിക്കുന്നതിന് ഫണ്ടിൽ നിന്ന് ഇത്ര രൂപ എടുക്കുന്നതിന് നമ്മൾ അതവിടെ അതിനൊക്കെ എന്താ കറക്റ്റ് ആയിട്ടുള്ളൊരു പോളിസി ഉണ്ടെന്നാ പറഞ്ഞേക്കണേ. ദ ഫണ്ട് ഹാവ് എ സ്പെസിഫിക് പോളിസി. അതിന് പ്രത്യേകം നയങ്ങളുണ്ട്, പോളിസികളുണ്ട്. അതുപോലെ തന്നെ ആ ഫണ്ടിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് തോന്നിയ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ എൻഡോൺമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ സ്കൂളിലേക്ക് ഏറ്റവും ടോപ്പ് കിട്ടിയ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിക്ക് നമുക്കിങ്ങനെ എന്താ പറയാ ഓരോ റിട്ടയർഡ് ആയി പോകുന്ന ടീച്ചേഴ്സും ഒക്കെ അവരുടെ പേരിൽ ഒരു എൻവോൾവ്മെന്റ് ഫണ്ടുകൾ കൊടുക്കും അല്ലെ? ഒരു ക്യാഷ് ഇതായിട്ട് കൊടുക്കും. അപ്പൊ അത് സ്പെസിഫിക് ആണ്. ഇത്ര മാർക്ക് കിട്ടിയ കുട്ടിക്ക് അല്ലെങ്കിൽ സ്കൂളിലെ ഹയസ്റ്റ് ടോപ്പർ ആയിട്ടുള്ളവർക്ക് വർഷങ്ങളായിട്ട് ആ ഒരു ആൾക്കാരുടെ പേരിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫണ്ടാണ്. അപ്പൊ അതിന് പ്രത്യേകം അത് എന്തിനു വേണ്ടിയാ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമുണ്ട് അല്ലെ? ഇന്ന ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പൈസ. അപ്പൊ അതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പോളിസിയും പ്രൊസീജിയറും ഉണ്ട്. നമുക്ക് അതിന് തോന്നിയ രീതിക്ക് എടുക്കാനോ പൈസ വിഡ്രോ ചെയ്യാനോ അങ്ങനെയൊന്നും പാടില്ല. ഹോസ്പിറ്റലുകൾക്കും അങ്ങനെ എന്തുണ്ട്? ഒരു എൻഡോൺമെന്റ് ഫണ്ടുകൾ ഉണ്ട്. അതിന് പ്രത്യേകം പോളിസി പ്രൊസീജിയർ, പ്രത്യേക നയങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട്. അത് വിഡ്രോ ചെയ്യണതിനോ അത് ഉപയോഗിക്കുന്നതിനോ ഒക്കെ അതിൻ്റെതായ കറക്റ്റ് റൂൾസ് ഉണ്ട്. അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തത് എന്ന് പറഞ്ഞ ഫിനാൻസിന്റെ ഒരു സോഴ്സ് ഇൻവെസ്റ്റഡ് എൻഡോൺമെന്റ് ഫണ്ട്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ഗിഫ്റ്റ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസ്. ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. എനിക്ക് കുറെ ക്യാഷ് ഉണ്ട്, എന്റെ കുറെ ലക്ഷങ്ങളുണ്ട്, കോടികൾ ആസ്തി എനിക്കുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഒരു ഹോസ്പിറ്റൽ വരികയെന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാം. അത് വേറെ ആരുടെയും ഉത്തരവാദിത്വമൊന്നുമല്ല, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെ? അപ്പൊ അത് നല്ല കാര്യമല്ലേ? നമ്മുടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ വരിക എന്നുള്ളത്. അപ്പൊ ഞാൻ ഇത്ര ലക്ഷം രൂപ ഞാൻ ഹോസ്പിറ്റലിൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റും അല്ലെ? അത് പൊതുപ്രവർത്തന ചെലവുകൾക്ക്, പൊതുവായിട്ടുള്ള ഹോസ്പിറ്റലിനെ നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൊണേഷനാണ് അത്. ഗിഫ്റ്റ്, ഡൊണേഷൻ. ഡൊണേഷൻ അത് എന്താ പറയാ, കോൺട്രിബ്യൂഷൻ എന്ന് പറയായിരിക്കും കുറച്ചും കൂടി. നമുക്കൊരു സംഭാവനയായിട്ട് നമുക്ക് കൊടുക്കാം. ആ ഹോസ്പിറ്റലില് പണിയാനോ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അതാണ് പൊതുപ്രവർത്തന ചെലവുകൾക്കായിട്ട് ടുവേർഡ്സ് ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസ്. പൊതുപ്രവർത്തന ചെലവുകൾക്കായിട്ട് നമുക്ക് പേഴ്സണലി നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവന കോൺട്രിബ്യൂഷൻ ആയിട്ടോ കൊടുക്കാം. അങ്ങനെയും നമുക്ക് ഫിനാൻസ് ഉണ്ട്. ഓക്കെ, വെറ്ററിനറി എൻഡോൺമെന്റ് ഫണ്ട് എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്, അതിനുള്ള ഫണ്ടാണ് അത്. അപ്പൊ അത് ആ ആവശ്യങ്ങൾക്ക് മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഫിനാൻസ് ഏതൊക്കെ രീതിയിലാണ്? മെയിൻ ആയിട്ട് പേഷ്യന്റിൽ നിന്ന് കിട്ടുന്നതാണ് ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്. പിന്നെ അടുത്തത് നമുക്ക് ഏതാ പറഞ്ഞേക്കുന്നത്? അത് തന്നെ നമുക്ക് നേരെ പേഷ്യന്റ് ഡയറക്റ്റ് ഫുള്ളി ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് വഴിയും അവിടെ ക്യാഷ് കൊടുക്കാം. പിന്നെ അടുത്ത മൂന്നാമത്തെ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് വർക്കിന് വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കാം. പിന്നെ അടുത്തതാണ് എൻഡോൺമെന്റ് ഫണ്ടുകൾ, ഇൻവെസ്റ്റഡ് എൻഡോൺമെന്റ് ഫണ്ട്. അഞ്ചാമത്തെ ഗിഫ്റ്റ് ആയിട്ടോ കോൺട്രിബ്യൂഷൻ ആയിട്ടോ കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഫിനാൻസ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടുകയും ചെയ്യണം. അത് മിക്ക എക്സാമിന് ചോദിക്കാറുണ്ട്. മെയിൻ സോഴ്സ് ഏതാണ്? ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ ഫിനാൻസ് അതിന്റെ മെയിൻ സോഴ്സ്
ചാർജ് കോഡ് ഫ്രം ദ പേഷ്യൻസ്. ക്ലിയർ ആയില്ലേ അത്? ഓക്കെ, ചാർജ് ബോട്ട് ഫ്രം ദ പേഷ്യൻസ്, പേഷ്യന്റിൽ നിന്നും കിട്ടുന്ന പൈസ, അതായത് നമ്മൾ മരുന്ന് മേടിക്കുമ്പോൾ നമ്മൾ കൊടുക്കൂലേ, അതാണ് പ്രധാനപ്പെട്ട സോഴ്സ്. ഇനി നെക്സ്റ്റ് തന്നേക്കുന്നത് പ്രോബ്ലംസ് ആണ്. ഇതിൽ ഡീറ്റെയിൽ ഒന്നും ഇല്ല, നിങ്ങൾ ആ ബോക്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്തൊക്കെയാണ് ഫാർമസി സർവീസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്. ഓക്കെ, പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്, ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഫോർത്ത് പോയിന്റ് അതായത് നാലാമത്തെ പോയിന്റ് എന്താ? എൻഡോൺമെന്റ് ഫണ്ട് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം എടുക്കില്ലേ? അത് ഞാൻ സ്കൂളിൽ എക്സാമ്പിൾ പറഞ്ഞേ. ഇപ്പൊ സ്കൂളിൽ കുറെ നാട് നിന്ന ടീച്ചർ റിട്ടയർഡ് ആയി പോയിട്ട് കഴിയുമ്പോൾ ആ ടീച്ചറിന്റെ പേരിൽ ഒരു എൻഡോൺമെന്റ് ഫണ്ട് കൊടുക്കും. ഒരു പ്രൈസ്, ഒരു ഫണ്ട്, ക്യാഷ് പ്രൈസ് ആണെങ്കിൽ അങ്ങനെ ഇന്ന ആളുടെ പേരിൽ എന്ന് പറഞ്ഞ ഒരു അവാർഡ് അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കും. അത് എന്താണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ സ്കൂളിലെ ഏറ്റവും ടോപ്പർ ആയ കുട്ടിക്ക് കൊടുക്കുന്നതാണ്, ആ ടീച്ചറിന്റെ പേരിൽ കൊടുക്കുന്ന ഒരു സാധനമാണ്, ആ ഒരു ഫണ്ടാണ്. അതുപോലെ നിങ്ങൾ ഫാർമസിയിൽ നോക്കിയേ, ഫാർമസിയില് ഒരാളുടെ പേര് കൊടുക്കുന്നത്, അതായത് അതിന് പ്രത്യേകം ഇതുണ്ട്, ഇത്ര രൂപ ഫിക്സ്ഡ് ആണ്, ഇത്ര രൂപ നമുക്ക് അത് ഫണ്ടാണ്, അത് വർഷങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഫാർമസിയിൽ ഇൻവെസ്റ്റഡ് എൻഡോൺമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ദ എൻഡോൺമെന്റ് ഫണ്ട് ആർ ഫണ്ടഡ് മെയിൻലി ത്രൂ ഡൊണേഷൻ വഴി നമുക്ക് ഇതുപോലെ എന്താ പറയാ, ഇത്ര ഇന്നാക്കടെ പേരിൽ നമുക്ക് ഇത്ര രൂപ നമുക്ക് വേണമെങ്കിൽ ഒരു ഫണ്ട് നമുക്ക് എന്താ പറയാ കൊടുക്കാം. അതിന് വെച്ചാൽ എന്താ പറഞ്ഞേക്കുന്നേ? ദ ഫണ്ട്സ് ഹാവ് എ സ്പെസിഫിക് പോളിസി ദാറ്റ് കൺസേൺ ഇൻവെസ്റ്റ്മെന്റ്. ആ ഫണ്ടില്ലേ, അത് നമ്മൾ എടുക്കുന്നതിന് അല്ലെങ്കിൽ ചെലവാക്കുന്നതിന് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും വിഡ്രോ ചെയ്യുന്നത്, ആ ഫണ്ടിൽ നിന്ന് ഇത്ര രൂപ, 10,000 രൂപ ഒരു ഫണ്ട് അവിടെ ഉണ്ട്, എൻഡോൺമെന്റ് ഫണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾക്ക് പർട്ടിക്കുലർ ഇതിനു വേണ്ടി കിടക്കുന്നതാണ് അത്. അതിൽ നിന്ന് നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ അന്ന് വിഡ്രോ ഒക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ യൂസേജ് ഓഫ് ഫണ്ടിന്റെ ഉപയോഗത്തിനൊക്കെ എന്താ, അവിടെ ഒരു സ്പെസിഫിക് പോളിസി ഉണ്ടെന്നാ പറയുന്നേ. ഒരു സ്പെസിഫിക് പോളിസി ഉണ്ട്. ദ ഫണ്ട് ഹാവ് എ സ്പെസിഫിക് പോളിസി, പ്രത്യേക അതിന് ബന്ധപ്പെട്ടുള്ള നയങ്ങളുണ്ട് അവിടെ. അതൊരു റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ഗിഫ്റ്റ്, അതാ പറഞ്ഞത് എനിക്ക് കുറെ ക്യാഷ് ഉണ്ട്, എനിക്ക് ഇഷ്ടമാണ് അത് എനിക്ക് കൊടുക്കണമെന്നുള്ളത്. അത് എന്തിനാണ് നമ്മൾ പിന്നെ എന്തിനാണെന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ പണിയാന്ന് പറഞ്ഞു, എനിക്കൊരു 2 ലക്ഷം രൂപ കൊടുക്കാൻ എന്റെ കയ്യിലുണ്ട്, ഞാനത് നേരെ കോൺട്രിബ്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ആ ക്യാഷ് കൊടുത്തു. പിന്നെ ആ ക്യാഷ് എന്തിനു വേണ്ടി ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ എങ്ങനെ വേണമെങ്കിലും അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ആ ഫിനാൻസിന്റെ സോഴ്സുകൾ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചാർജ് ബോട്ട് ഫ്രം ദ പേഷ്യന്റ്, ചാർജ് നെക്സ്റ്റ് ബോട്ട് ബൈ ദ പേഷ്യന്റ്, അത് തന്നെ പറഞ്ഞേക്കുന്നത്. ഐദർ ഫുള്ളി പെയ്ഡ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇൻഷുറൻസ് വഴി കൊടുക്കാം. ഇനി മൂന്നാമത്തെ റിസർച്ച് വർക്ക്, അവിടെ നിന്ന് കിട്ടുന്ന പൈസ, പിന്നെ എൻഡോൺമെന്റ് ഫണ്ടുകളിൽ നിന്ന്, പിന്നെ ഗിഫ്റ്റ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ വഴി കിട്ടുന്ന പൈസ. ഓക്കെ, ഇത്രയാണ് ഫാർമസിയുടെ ഫിനാൻസ് സോഴ്സ്. ഇനി നമ്മൾ പറഞ്ഞത് പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്. ഫാർമസി സർവീസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയ ഓരോ ബോക്സ് ഉണ്ട് കണ്ട, ആ ബോക്സിലുള്ള നോക്കിയാൽ മതി. അതിനകത്ത് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താ പറയാ, പ്രോബ്ലംസിൽ ഇൻക്ലൂഡ് ചെയ്തത് എഴുതുന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എഴുതുന്നോ, അങ്ങനെ ആ രീതിയിലാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കാം പ്രോബ്ലംസ് ഏതൊക്കെയാ. ഫസ്റ്റ് വൺ, പിൽഫറേജ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ? മോഷണം. ഫാർമസിയിലെ കുറച്ച് മരുന്നുകൾ മോഷണം പോകാം, മോഷ്ടിച്ചു പോകാം, ആരെങ്കിലും എടുത്തോണ്ട് പോകാം. ഓക്കെ, പിൽഫറേജ് അത് ഫാർമസി നേരിടുന്ന ഒരു പ്രശ്നമാണ്. പിൽഫറേജ്, മോഷണം. ഓക്കെ, രണ്ടാമത് നോക്കിയേ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്ഡേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? വിപണിയില് നമ്മൾ നിരോധിച്ച മരുന്നുകളാ, അത് ഉപയോഗിക്കാൻ പാടില്ല. വിപണിയില് നിരോധിച്ച മരുന്നുകളാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതായത് ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്ത മരുന്നുകൾ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്.
ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്ത മരുന്നുകള്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഓക്കെ, ക്ലിയർ ആയോ? ആ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ ഒരു റിലേറ്റീവിന് ഇങ്ങനെ ഒരു കുട്ടിക്ക് തീരെ ഇതായി പോയി, വെച്ചാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇത് പക്ഷെ നമുക്ക് അത് കൺഫേം ചെയ്യണം. ചില മരുന്നുകളൊന്നും ഇപ്പൊ ഇല്ല, പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് പല കാരണം കൊണ്ട് ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തതാ. അങ്ങനെ ഒരു മരുന്നേ ഉപയോഗിക്കാൻ പാടില്ല. ഡ്രഗ് ലിസ്റ്റിലും ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്ത മരുന്നുകളെയാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് എഴുതി പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. അത് എക്സ്പയറി ഡ്രഗ്സും ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സും മാറിപ്പോയത്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്ത മരുന്നുകള്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്ത മരുന്നുകളാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതായത് വിപണിയിൽ ഇപ്പോ നിരോധിച്ചിരിക്കുന്ന മരുന്നുകൾ. ഓക്കെ, ഇനി അടുത്തതാണ് ക്യാരിയിങ് കോസ്റ്റ്. അതായത് ഈ മെഡിസിൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവരാനുള്ള ഒരു കോസ്റ്റ്, അതിന്റെ വില, അതൊരു പ്രശ്നമാണ് അല്ലെ. എപ്പോഴെപ്പോഴും നമുക്ക് ഇങ്ങനെ മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസയും ഇതാവും അല്ലെ. ക്യാരിയിങ് കോസ്റ്റ് ഒരു പ്രശ്നമല്ലേ. ഇപ്പൊ തന്നെ നമുക്ക് എന്താ യാത്രാ ചെലവ്, ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഒരു ഇച്ചിരി അടുത്ത് തന്നെ പോണെങ്കിൽ എത്ര രൂപയാണ് അല്ലെ. പണ്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്ന അതേ വഴിയല്ലേ ഉള്ളൂ ഇപ്പോഴും. പക്ഷെ പണ്ടത്തെ ഇതാണോ? ഇപ്പൊ മിനിമം എത്രയാ? 50-60 ഒക്കെയാണ് മിനിമം അല്ലേ? ഇല്ലേ? ഓരോ ബസ് ഫെയർ നോക്കിയേ നിങ്ങള്. പണ്ടൊക്കെ 50 രൂപ മിനിമം ഓട്ടോറിക്ഷ ചാർജ്. ബസ് ഫെയർ നോക്കിയേ, പണ്ടൊക്കെ നമുക്ക് എത്ര രൂപ ഉണ്ടായിരുന്നു? ഇപ്പൊ എത്ര? 10 രൂപ കണ്ടല്ലേ മിനിമം. അതായത് നമ്മൾ അതിന്റെ പെട്രോൾ ഇതിന്റെ ഇതൊക്കെ ആയിട്ട് നമ്മൾ ക്യാരിയിങ് കോസ്റ്റ് കൂടുതലാണ്. അത് ഫാർമസി നേരിടുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കുറച്ച് മരുന്നുകളൊക്കെ ഇങ്ങനെ എടുക്കുന്നത്. എപ്പോഴും പോയി നമ്മൾ ഡ്രഗ്സ് ഒക്കെ കളക്ട് ചെയ്യണം. ഓക്കെ, കോസ്റ്റ് കൊടുക്കും. അത് തന്നെ അതൊക്കെ പറഞ്ഞു. എപ്പോഴും നമ്മൾ പോയി നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം നമുക്ക് സംഭവം കൊണ്ടുപോകണ്ടേ. അപ്പൊ ചിലപ്പോ കുറച്ച് ഫിക്സ്ഡ് എമൗണ്ട് നമ്മൾ അതിന് വേണ്ടി വെക്കേണ്ടതായിട്ട് വരാം. ഫിക്സ്ഡ് ഇത്ര രൂപ കിട്ടിയാൽ അത്രയും മരുന്നുകൾ കൊണ്ടുവരുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും പിന്നെ ട്രാവലിങ്ങിനാണെങ്കിലും കുറെ പ്രാവശ്യം വരുമ്പോഴുള്ള ചാർജ്, അതും ഫാർമസി നേരിടുന്ന ഒരു പ്രശ്നമാണ്, ക്യാരിയിങ് കോസ്റ്റ്. ഇനി അടുത്ത് നോക്കിയ ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്. ഡിസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നശിപ്പിക്കുന്നത്. ആര് വഴി? ഇൻസെക്ട്സും റാറ്റുകളും വഴി അല്ലെ. റാറ്റ്സ്, എലികളുടെ ശല്യം. ഈ മരുന്നുകളൊക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. അപ്പൊ അതൊക്കെ കൊണ്ടുവന്നിടുമ്പോ ആ ബോക്സ് ഒക്കെ വേണമെങ്കിൽ എലിയൊക്കെ തുറന്ന് ആ മരുന്നൊക്കെ വേണമെങ്കിൽ ഡാമേജ് ആക്കാം അല്ലെ. അതൊക്കെ സൂക്ഷിച്ചെടുത്ത് വെക്കണം. ഇൻസെക്ട്സോ അല്ലെങ്കിൽ റാറ്റ്സ് ഒക്കെ വഴി, എലികളൊക്കെ വഴി കാലഹരണപ്പെട്ടു പോയ മരുന്നുകള് നമ്മുടെ സ്റ്റോർ റൂമിലില്ലേ അല്ലെ. സാധനങ്ങളൊക്കെ ഒത്തിരി വെക്കുന്ന സ്ഥലത്ത് ഈ സാധനമൊക്കെ കയറും അല്ലെ. എലിയൊക്കെ വന്ന് അതൊക്കെ കയറി നശിപ്പിക്കും. പിന്നെ നമുക്കത് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെ കുറച്ച് മരുന്നുകളൊക്കെ കാലഹരണപ്പെട്ടു പോകാം, പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. പിന്നെ അടുത്തതാണ് എക്സ്പയറി ഡ്രഗ്സ്. അതെല്ലാവർക്കും അറിയാം അല്ലെ. എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ. ഇന്ന ദിവസം അതിനകത്ത് ഡേറ്റ് ഉണ്ടാവുമല്ലോ മരുന്നൊക്കെ. ഇന്ന ദിവസം വരെ ആ ഡേറ്റ് ഉണ്ടാവും. അത്രയും നാളെ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനുശേഷം ആ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് എക്സ്പയറി ഡ്രഗ്സ് മരുന്നുകൾ. എക്സ്പയറി നമ്മൾ നോക്കിയിട്ടല്ലേ ഉപയോഗിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞ ഇത്ര നാളെ ആ മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. എക്സ്പയറി ഡ്രഗ്സ്. മരുന്ന് മാത്രമല്ല എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ. നമ്മളെല്ലാം മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ എക്സ്പയറി നോക്കൂലേ അതിന്റെ അല്ലേ. അത് നോക്കിയിട്ടല്ലേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതും ഒരു പ്രശ്നമാണ്. ഒരുപാട് നമ്മൾ ഈ സ്റ്റോറിൽ ചെയ്ത് വെച്ചിട്ട് നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നഷ്ടം വരും. മരുന്ന് വിറ്റ് ചെലവാകില്ല, പിന്നീട് അത് ഉപയോഗിക്കാനും പറ്റില്ല. ഓക്കെ, അതൊരു പ്രശ്നമാണ് എക്സ്പയറി ഡ്രഗ്സ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ. പിന്നെ അടുത്തതാണ് ഷോർട്ടേജ് കോസ്റ്റ്. ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് പ്രത്യേക നിർദ്ദിഷ്ട മരുന്നുകളുടെ ഷോർട്ടേജ്. നമുക്ക് ചില സമയത്ത് ചിലതൊക്കെ ഷോർട്ടേജ് വരാം, കുറവ് വരാം. അതിന്റെ പ്രൊഡക്ടിവിറ്റി, ഉത്പാദനത്തിന് എല്ലാം കുറവ് വന്നിട്ടോ ഒക്കെ ചില സമയത്തൊക്കെ നമുക്ക് ചില മരുന്നുകൾക്ക് ഷോർട്ടേജ് വരാം. അല്ലെങ്കിൽ നമുക്ക് ഒരു പരിമിതമായിട്ട് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ചെലവ് കൂടുതലാവും വരും.
ഷോർട്ടേജ് ചിലപ്പോ നമുക്ക് എന്താ ഷോർട്ടേജ് വരാം, അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോ നമുക്ക് പൈസ കൂടുതലാവാം. ലിമിറ്റഡ് ആയിട്ട് പരിമിതമായ ഒരു അളവില് ഉണ്ടാക്കുമ്പോൾ വിതരണത്തില് നമുക്ക് കോസ്റ്റ് ചിലപ്പോ കൂടി വരാം. അതാണ് ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന നഷ്ടം, ഇതെല്ലാം ഫാർമസി സർവീസ് നേരിടുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അത് ഈ പോയിന്റ്സിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് മനസ്സിലാക്കി വെക്കാം. ഏതൊക്കെയാ? ടെമ്പറേച്ചർ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, ക്യാരിയിങ് കോസ്റ്റ്, destruction by insects and rats, expiry drugs, shortage cost. Clear ആയോ? ഇത് കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാലോ, ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് അത് അല്ലയോ. എത്ര പോയിന്റ്സ് ഉണ്ട്? 6 പോയിന്റ്സ് ഉണ്ട് കേട്ടോ. അത്രയാണ് ഫാർമസി സർവീസ് നേരിടുന്ന പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ. ഇനി ലാസ്റ്റ് ഒരു സെക്ഷനും കൂടെ ഉള്ളൂ, റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ എന്തൊക്കെയാണ്, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ഇതും ഇതുപോലെ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഫുള്ള് കൈപാട്ടൊന്നും ചെയ്ത് പഠിക്കണ്ട, ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്താണോ അല്ലയോ എന്ന് ചോദിക്കുള്ളൂ. അപ്പൊ അതിനകത്തൊന്ന് മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് നോക്കി ഒന്നാമത്തെ പോയിന്റിൽ എന്താ? ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നമുക്ക് ഇത് ഫുൾഫിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഫുൾഫിൽ ചെയ്യാം എന്താ? ഫുൾഫിൽ ചെയ്യാം, നിറവേറ്റുക. ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നിറവേറ്റുക. ഓക്കെ, കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് ചെയ്യുക? ഫുൾഫിൽ ചെയ്യുക. ആരുടെ റോളാണ്? ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളാണ്. ഓക്കെ, ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നിറവേറ്റുക. ഓക്കെ, ഒന്ന് മനസ്സിലിട്ട് പോവാട്ടോ. ഇത് മൊത്തം കഴിഞ്ഞ് കഴിയുമ്പോ ഈ പോയിന്റ് കണ്ടാൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാണോ എന്ന് മനസ്സിലാക്കണം. അതേപോലെ ഒന്ന് നോക്കി വെക്കാം. തെറാപ്യൂട്ടിക് കമ്മിറ്റി മലയാളത്തിൽ നോക്കി വെച്ചാൽ മതി. തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ എന്ത് ചെയ്യുക? നിറവേറ്റുക. കിട്ടിയില്ലേ? മനസ്സിൽ കിടക്കളെ ആ പോയിന്റ്? എല്ലാവർക്കും ഒരു കോണിലേക്ക് അങ്ങ് എടുത്തു വെച്ചേക്കാം കേട്ടോ. അത് ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. അതെ അതെ, അപ്പൊ അതങ്ങനെ അവിടെ കിടക്കട്ടെ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയ. ഡിസ്പെൻസ് ചെയ്യുക. എന്താ ഡിസ്പെൻസ് ചെയ്യാന്ന് വെച്ചാൽ വിതരണം ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. വിതരണം ചെയ്യുക. എന്താ? മരുന്നുകള്, ഫാർമസ്യൂട്ടിക്കൽസ്, മരുന്നുകളൊക്കെ, ഫാർമസ്യൂട്ടിക്കൽ ഉള്ള സംഭവങ്ങളൊക്കെ, മരുന്നുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ. ആൻഡ് കെമിക്കൽസ്, കെമിക്കലുകൾ ഒക്കെ ടു സെപ്പറേറ്റ് ഏരിയ, പ്രത്യേക ഏരിയയിലേക്ക് വിതരണം ചെയ്യുക. മരുന്നുകളൊക്കെ ഒരു സെക്ഷൻസ്, കെമിക്കൽസ് ഒക്കെ ഒരു സെക്ഷൻസ്, ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ് ഒക്കെ വേറെ സെക്ഷൻ. അങ്ങനെ പ്രത്യേകം ഏരിയയിലേക്ക് ഡിസ്പെൻസ് ചെയ്യുക, വിതരണം ചെയ്യുക. ഓക്കെ, ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയ, പ്രത്യേകം ഏരിയയിലേക്ക് എന്ത് ചെയ്യുക? വിതരണം ചെയ്യുക. പിന്നെ അടുത്ത് നോക്കി മൂന്നാമത്തെ പോയിന്റ് എന്താ? മെയിൻ്റനൻസ് ഓഫ് അക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. ഓക്കെ, മെയിൻ്റനൻസ് ഓഫ് അക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി. മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ പരിപാലിക്കുക. നമുക്ക് ഒരു എമർജൻസി മരുന്നുകളുടെ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് അത് എപ്പോഴും നമുക്ക് എമർജൻസി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മിനിമം സ്റ്റോക്ക് എപ്പോഴും ഫാർമസിയിൽ അവൈലബിൾ ആയിരിക്കണം. അതായത് നമുക്കത് ഫുള്ള് സ്റ്റോക്ക് തീരാനൊന്നും പാടില്ല. അപ്പൊ എപ്പോ ആവശ്യം ഉണ്ടെങ്കിലും അപ്പൊ അത് അവൈലബിൾ ആവുന്ന രീതിയിൽ കുറച്ച് അതിന് സ്വീകാര്യമായിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് എപ്പോഴും ഫാർമസിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. കണ്ടോ? അക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. കേട്ടിട്ടുണ്ടോ? ആന്റിഡോട്ട്സ് ANTIDOTS, ആന്റിഡോട്ട്സ് എന്ന് പറഞ്ഞാൽ മറുമരുന്ന് മലയാളത്തില്. എന്തെങ്കിലും ഒരു സംഭവത്തിനെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നാണ് ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു കുഞ്ഞു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. മലയാളത്തിൽ എഴുതി വെച്ചോ, മറുമരുന്ന്.
ഓക്കെ, നമ്മൾ മറുമരുന്ന് കൊടുക്കൂലേ, എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ, സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അതിന് എതിരായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആന്റിഡോട്സ്, DOTES. ഒരു കുഞ്ഞു സെന്റൻസ് എഴുതി വെച്ച് അതിന്റെ താഴെ എഴുതിയാലും മതി. സ്ഥലം ഉണ്ടല്ലോ, ടെക്സ്റ്റിന്റെ സ്ഥലമില്ലേ നിങ്ങൾക്ക്. എ മെഡിസിൻ MEDICINE, a medicine taken, TAKEN, taken or given, taken or given, 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 taken or given. വിഷമുള്ളിൽ ചെന്ന ശരിയാണ്. A medicine taken or given to particular poison. കൊടുക്കുന്നതാണ് ഒരു പ്രത്യേക പോയിസണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുന്ന മെഡിസിൻ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പർട്ടിക്കുലർ പോയിസൺ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്തെങ്കിലും ഒരു വിഷമോ അല്ലെങ്കിൽ പോയിസൺ ഒക്കെ വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്നാണ് എന്തെന്ന് പറയുന്നത്, അത് ആന്റിഡോട്സ് എന്ന് പറയും, മറുമരുന്ന്. അങ്ങനെ എഴുതി വെച്ചാലും മതി കേട്ടോ. ഓക്കെ, പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മരുന്ന്. അടുത്തത് നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ അതിന്റെ എമർജൻസി ഡ്രഗ്സിന്റെ ഒക്കെ സ്റ്റോക്ക് എന്ത് ചെയ്യണം, പരിപാലിക്കണം. അതൊക്കെ എപ്പോഴും ഫാർമസിയിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഒരിക്കലും അത് തീർന്നു പോകാൻ പാടില്ല. അതൊരു സ്റ്റോക്ക് എപ്പോഴും വേണം. ഇനി അടുത്ത നോക്കിയേ, ഡിസ്പെൻസിംഗ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. നാർക്കോട്ടിക് ഡ്രഗ്സ്, ഡിസ്പെൻസിംഗ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് നമ്മൾ പറഞ്ഞല്ലോ, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഇത് മോർഫിൻ അല്ലെ, വേദന സംഹാരം, മോർഫിൻ, മെത്തഡിൻ, ബാർബിറ്റുറേറ്റ്സ്, ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചതാണ്. നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ ഡ്രഗ്സുകൾ വിതരണം ചെയ്യുക. ആൻഡ് അക്കൗണ്ടിങ്, അതിന്റെ കണക്കെടുപ്പ്. ഡിസ്പെൻസിംഗ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. ഡിസ്പെൻസിംഗ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ വിതരണവും അതിന്റെ കണക്കെടുപ്പ്. പിന്നെ അടുത്ത ഡെസിഗ്നേഷൻ ഫോർ വേരിയസ് ഫ്ലൂയിഡ്സ്. ഡെസിഗ്നേഷൻ അതായത് നമ്മൾ പല ഫ്ലൂയിഡ്സുകളില്ലേ, അത് നമുക്ക് ലേബിൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ലേബിൾ ചെയ്ത് തന്നെ സൂക്ഷിക്കാം. അത് ഡ്രിപ്പ്, ആന്റിബയോട്ടിക്സ്, അതൊക്കെ നമുക്ക് ലേബിൾ ചെയ്തിട്ട് ഓരോ സ്ഥാനം അനുസരിച്ച് തന്നെ സൂക്ഷിച്ചു വെക്കാം. അതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു റോളാണ് കേട്ടോ. ഡെസിഗ്നേഷൻ ഫോർ വേരിയസ് ഫ്ലൂയിഡ്സ്, പല പല ഫ്ലൂയിഡ്സുകള് ലേബിൾ ചെയ്ത് എന്ത് ചെയ്യാം, സൂക്ഷിക്കാം. ഇനി അടുത്ത് നോക്കിയേ, സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന നടത്തുക. ഓക്കെ, വെരി ഗുഡ്. ഇനി അവിടെ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നോ? പെട്ടെന്ന് തന്നെ ചോദിച്ചപ്പോ തന്നെ അവിടെ ആൻസർ വന്നിട്ടുണ്ട്. ഷഹനാസും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ സൂക്ഷ്മ പരിശോധന നടത്തുക അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. ഡ്രഗ്സിന്റെ ഉപയോഗമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല സ്ഥലത്തും ഉപയോഗിക്കുന്ന മരുന്നുകള് അതിന്റെയൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തുക. Scrutiny of drugs at various points of use. അടുത്തത് preparation of intent, issues and receipt voucher. Intent തയ്യാറാക്കുക, issues and receipt voucher ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുക. Preparation of intent, issues and receipt voucher. Intent, issues and receipt voucher. പിന്നെ അടുത്തത് inventory control, stock control, inventory control അതിന്റെ കാര്യങ്ങള്. അടുത്ത പോയിന്റ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ പരിപാലിക്കുക. സ്റ്റോറുകള്, സ്റ്റോർസ്, മരുന്നുകളുടെ സ്റ്റോറ്, ലെഡ്ജേഴ്സ്, വൗച്ചറിന്റെ ഡീറ്റെയിൽ അടങ്ങുന്ന റെക്കോർഡ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക.
ഇതൊക്കെ പരിപാലിക്കുക. കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കലി നമ്മൾ റെക്കോർഡ് ആക്കുക, എല്ലാം സ്റ്റോർ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആക്കുക. അതിന്റെയൊക്കെ പരിപാലനം. മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ്. പിന്നെ അടുത്തത് പ്രൊവിഷൻ ഓഫ് ഓൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ. പ്രൊവിഷൻ, ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. ഇലക്ട്രിക് സപ്ലൈ, ഇലക്ട്രിസിറ്റി സപ്ലൈയുടെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. ഇതെല്ലാം എല്ലാ സെക്ഷനിലേക്കും ഇലക്ട്രിസിറ്റി ഒക്കെ കറക്റ്റ് ആക്കുക, അതിന്റെ ഒരു സപ്ലൈ ഉറപ്പുവരുത്തുക. പ്രൊവിഷൻ ഓഫ് ഓൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ. അടുത്തത് സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. സ്ക്രൂട്ടിനി വീണ്ടും വന്നു, സൂക്ഷ്മ പരിശോധന നടത്തുക. ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി നിയന്ത്രണം, ഗുണനിലവാര നിയന്ത്രണം. പിന്നെ അടുത്തത് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, അതൊരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കടെ റോളിൽ വന്നതാണെന്ന് കേട്ടോ. ഫാർമസിസ്റ്റിന് ടീച്ചിങ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ആ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. പിന്നെ അടുത്ത ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്തു കേട്ടോ. ആ തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നിറവേറ്റുന്നതും ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അത് രണ്ടും പ്രത്യേകം ആ പോയിന്റ്സിൽ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. അപ്പോ ഫാർമസിസ്റ്റുകൾക്ക് ടീച്ചിങ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. ഫാർമസിസ്റ്റിന് ടീച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. Then periodic utilization of reports of pharmacy. ഫാർമസിയുടെ പീരിയോഡിക് യൂട്ടിലൈസേഷൻ, അതായത് ആനുകാലിക റിപ്പോർട്ട് തയ്യാറാക്കുക. ഫാർമസിയുടെ ആനുകാലിക റിപ്പോർട്ട്, മൊത്തത്തിലുള്ള ചെലവ് വരവ് കാര്യങ്ങൾ എല്ലാവരും, മരുന്നുകളെ സംബന്ധിച്ച് എല്ലാവരും ഒരു മൊത്തത്തിൽ ഒരു ഓവറോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി, ഫാർമസിയുടെ ആനുകാലിക റിപ്പോർട്ട്. ദെൻ പേഷ്യന്റ് എഡ്യൂക്കേഷൻ, ലാസ്റ്റ് പോയിന്റ് ആണ് പേഷ്യൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഫാർമസി ആയിട്ട് ബന്ധപ്പെട്ട് മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ പേഷ്യൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുക. പേഷ്യന്റ് എഡ്യൂക്കേഷൻ. അപ്പൊ അത്രയാണ് ആ റോളിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഒന്നോ രണ്ടോ പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഈ കോൺസെപ്റ്റുകൾ വരും. പിന്നെ ആൻസർ നമുക്ക് ഓൾറെഡി ഉണ്ട്, നമുക്ക് ആൻസർ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയാൽ മാത്രം മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫാർമസി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിവിഷൻ ഇത് കഴിയുമ്പോൾ ഞാൻ തരാം. അപ്പൊ ഓരോ ചാപ്റ്റർ വൈസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഫാർമസി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ലാസ്റ്റ് സെക്ഷൻ ആയിരുന്നു റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് എന്നുള്ളത്. അത് പോയിന്റ്സുകൾ ഇനി ഒന്നുകൂടി പറയണോ? വെറുതെ ഒന്ന് വായിച്ചു പോണോ? ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഫസ്റ്റ് നോക്കിയേ, തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നിറവേറ്റുക. ഡിസ്പെൻസിംഗ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽ ടു സെപ്പറേറ്റ് ഏരിയ. മരുന്നുകള്, ഫാർമസ്യൂട്ടിക്കൽ, കെമിക്കലുകള് ഇതെല്ലാം സെപ്പറേറ്റ് ഏരിയയിലേക്ക് വിതരണം ചെയ്യുക. അടുത്തത് മെയിൻ്റെനൻസ് ഓഫ് അക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. എമർജൻസി മരുന്നുകള്, ആന്റിഡോട്ട്സ് എന്ന് വെച്ചാൽ മറുമരുന്ന് അല്ലെ, എന്തെങ്കിലും പോയിസണോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെതിരെ കൊടുക്കുന്ന മറുമരുന്ന്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ പെട്ടെന്ന് ഒരു അപകടം വരുമ്പോഴല്ലേ അത് കൊടുക്കേണ്ടി വരിക. അപ്പൊ ആ ഒരു സമയത്ത് ഇല്ല എന്നുള്ള സ്റ്റോക്ക് ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരാൻ പാടില്ല. അപ്പൊ അതിന്റെ എമർജൻസി മരുന്നുകളുടെയും ആന്റിഡോട്ട്സ് ഇതിന്റെയൊക്കെ സ്റ്റോക്ക് എപ്പോഴും പരിപാലിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. കെമിക്കൽസ് എന്നുള്ളത് ഇപ്പൊ ലാബിലാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പല കെമിക്കൽ ഉപയോഗിക്കാറില്ലേ? സൊല്യൂഷൻസ്, കെമിക്കൽ ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ്, ഇതാണ് കെമിക്കൽ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ അടുത്തത് ഡിസ്പെൻസിംഗ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കോർഡിംഗ്. നാർക്കോട്ടിക് ഡ്രഗുകൾ, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതിന്റെ വിതരണം, അതിന്റെ കണക്ക്, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് കുറെ ഒന്നും കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല, കൃത്യമായിട്ട് കണക്ക് ഉണ്ടാവണം അല്ലെ. അതിന് കൃത്യമായിട്ട് കണക്ക് കാര്യങ്ങളൊക്കെ വേണം, അതിന്റെ കണക്ക്. ഡെസിഗ്നേഷൻ ഫോർ വേരിയസ് ഫ്ലൂയിഡ്സ്, പല ഫ്ലൂയിഡ്സുകള് നമ്മളെ എന്താ പറയാ, ഈ അത് ആ ഫ്ലൂയിഡുകൾ ഓരോന്നും നമ്മൾ ലേബിൾ ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിൽ പ്ലേസിൽ വെക്കാവുന്നുള്ളത് കേട്ടോ.
കാലം അനുസരിച്ച് തന്നെ നമ്മളത് കറക്റ്റ് പൊസിഷനിൽ വെക്കുക. ഓരോ ഫ്രൂട്ട്സും ലേബിൾ ചെയ്തിട്ട് തന്നെ പൊസിഷനിൽ വെക്കാം. സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് ആൻഡ് വേരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധന നടത്തുക. മരുന്നുകളുടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകള് സൂക്ഷ്മ പരിശോധന നടത്തുക. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ഇന്ത്യൻ ഇഷ്യൂ ആൻഡ് റിസിപ്റ്റ് വൗച്ചർ പ്രിപ്പയർ ചെയ്യുക. ഇൻവെന്ററി കൺട്രോൾ, പിന്നെ മെയിൻ്റെനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ് എല്ലാം പരിപാലിക്കുക. ഇലക്ട്രിക് സപ്ലൈ അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കുക. ക്വാളിറ്റി കൺട്രോള് സൂക്ഷ്മ പരിശോധന നടത്തുക. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. അവിടെ ചോദിക്കാട്ടോ, ഹൂ ഈസ് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്? ടീച്ചിങ് ട്രെയിനിങ് കൊടുക്കുന്നത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ്. പിന്നെ പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി, ഫാർമസിയുടെ ആനുകാലിക റിപ്പോർട്ട്. അടുത്തതാണ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇത്രയാണ് ചീഫ് ഫാർമസിസ്റ്റിന്റെ റോളിൽ വരുന്നത്. ഇനി ഇപ്പൊ നിഷാമം അവിടെ ടെർമിനോളജി നിങ്ങൾക്ക് അവിടെ എത്രയോ 52 പറഞ്ഞല്ലേ? ആ ഒരു പേജ് കഴിഞ്ഞില്ലേ? അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് തന്നിട്ടില്ലേ മിസ്? യെസ്. വെച്ചാൽ ഇതിപ്പോ നമുക്ക് മൊത്തത്തിൽ 300 ശതമാനം എങ്ങാണ്ട് അബ്രിവേഷൻ ഫോം തന്നെ പഠിക്കാണ്ട്. പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്സ് ഒക്കെ കഴിഞ്ഞു. 327 അബ്രിവേറ്റഡ് ഫോം പഠിക്കാനുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇത് മൊത്തം ബൈഹാർട്ട് ചെയ്ത് പഠിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മനസ്സിലാക്കി വെക്കണം. ഓരോന്ന് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണം അബ്രിവേറ്റഡ് ഫോം ഏതാണ് എന്നുള്ളത് മനസ്സിൽ വേണം. പിന്നെ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 327 ബൈഹാർട്ട് ചെയ്ത് പഠിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലേ? അതിന് മാക്സിമം 4-5 ഒക്കെ ആയിരിക്കും ചോദിക്കുള്ളൂ ഈ അബ്രിവേഷൻ തന്നെ. ഇനി ഇതിനകത്ത് തന്നെ റൂട്ട് വേർഡ്സ്, പ്രിഫിക്സ്, സഫിക്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ 327 പഠിച്ചു കഴിഞ്ഞാൽ 7 പോലും നമ്മൾക്ക് ഇവിടെ എക്സാമിന് ചോദിക്കൂല. അപ്പൊ അത്രയും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ആണോ? അതുകൊണ്ട് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഒരുപാട് ചോദിച്ച് ഇമ്പോർട്ടന്റ് ആണ്. കുറെയൊക്കെ റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിക്കുന്നത് തന്നെ എക്സാമിന്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാനും ഇതുപോലെ ഞാൻ നോട്ട് ചെയ്ത് തരാം. ഞാൻ നോട്ട് ചെയ്ത് തന്നത് മാത്രം നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, അതിന്റെ കൂടെ ഇതും കൂടി ഒരു ഓവർലോഡ് പോലെ വേണ്ടല്ലോ. അതുകൊണ്ട് കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇതിൽ നമ്മള് ഓക്കെ ഇത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് എടുക്കുമ്പോ തന്നെ നിങ്ങൾ അത് നോട്ട് ചെയ്ത് പോകാം കേട്ടോ. ആ ഒരു പേജ് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം നമ്മുടെ ടിക്കറ്റ് ഏണത് കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കി എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇത്രയും ഇപ്പൊ ഇവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ട് മാത്രം എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി എല്ലാവരും. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പോ 53-ൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിനകത്ത് ഡീറ്റെയിൽ ഒന്നും ഇല്ല. നമ്മൾ ഓരോന്നിന്റെ അബ്രിവേറ്റഡ് ഫോം. അതിനു മുന്നേ ഞാൻ ചോദിക്കട്ടെ, എന്താ അബ്രിവേഷൻ എന്ന് പറഞ്ഞേ? എന്താണ് അബ്രിവേറ്റഡ് ഫോം എന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പറയാലോ. മെഡിക്കൽ ടെർമിനോളജി നമ്മൾ പറഞ്ഞു അല്ലെ? മെഡിക്കൽ ടെർമിനോളജിയിൽ എന്താ പറയുന്നേ? അവിടെ മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് ഫീൽഡിൽ ഉപയോഗിക്കുന്ന കുറച്ച് അവർക്കുടേതായ വേർഡ്സുകള്, ലാംഗ്വേജ് അല്ലെ? അതൊക്കെയാണ് നമ്മള് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ അതിനകത്ത് പറയുന്നത്. Words and language used specifically in the medical and healthcare field. Healthcare field, മെഡിക്കലിലൊക്കെ ഉപയോഗിക്കുന്ന ചില വേർഡ്സുകളും ലാംഗ്വേജും അതൊക്കെയാണ് ടെർമിനോളജിയിൽ. അതിന്റെ മെഡിക്കൽ ടെർമിനോളജിയുടെ ഒരു സെക്ഷൻ ആണ് അബ്രിവേഷൻ എന്ന് പറയുന്നത്. അബ്രിവേറ്റഡ് ഫോം, അതായത് ഷോർട്ട് ഫോം ആണ് അബ്രിവേഷൻ എന്ന് പറയുന്നത്. മിസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആ അബ്രിവേഷൻ ഈസ് എ ഷോർട്ട് ഫോം ഓഫ് എ വേർഡ് ഓർ ഫ്രേസ്. ഒരു വേർഡ് അതിനെ നമ്മൾ ഷോർട്ട് ചെയ്ത് എഴുതുക, ഷോർട്ട് ഫോം, അതാണ് അബ്രിവേഷൻ. ഓക്കെ, എന്തിനാ അബ്രിവേഷൻ എഴുതണേ? ഫുൾ അങ്ങ് എഴുതിയ പോലെ. ഇപ്പൊ ഞാൻ അതേവിടെ വന്ന് പറയാം, COPD എന്ന്. നമ്മൾ അതിന്റെ ഒരു അബ്രിവേഷൻ ഫോം നമ്മൾ പഠിക്കേണ്ട. ഓക്കെ, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമണറി ഡിസീസ്, അതിന്റെ അബ്രിവേറ്റഡ് ഫോം ആണ് COPD. അപ്പൊ ഞാനിവിടെ റെക്കോർഡ് എന്തെങ്കിലും എഴുതുകയാണ്, എനിക്ക് അങ്ങനെ തന്നെ എഴുതിയ പോലെ, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമണറി ഡിസീസ് അങ്ങനെ എഴുതിയ പോലെ. എന്തിനാ നമ്മൾ അപ്പൊ ഈ അബ്രിവേറ്റഡ് ഫോം എന്തിനാ ഉപയോഗിക്കണേ? എന്തിനു വേണ്ടിയാ എന്ന് പറഞ്ഞേ, എന്നിട്ട് നമുക്ക് തുടങ്ങാം.
എന്തിനാ നമ്മൾ ഈ അബ്രിവേറ്റഡ് ഫോം ഉപയോഗിക്കുന്നത്? നമുക്ക് അതങ്ങ് ഫുള്ള് എഴുതിയാൽ പോരെ? കൂടുതൽ സ്പേസ് വേണം. ശരി, നമ്മൾ ഫുള്ളായിട്ട് എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ സ്പേസ് വേണം. അതൊരു കാര്യം. പിന്നെയോ ഈസി ആവാൻ വേണ്ടി പെട്ടെന്ന് മനസ്സിലാവാൻ. ഓക്കെ. ഇനി കൺഫ്യൂഷൻ ആൻഡ് എറർ കുറയ്ക്കാൻ. ഓക്കെ, വെരി ഗുഡ്. ടൈം ഇത് മൊത്തം എഴുതി വരുമ്പോ ടൈം എന്തോരും അല്ലേ? ഇപ്പൊ ഈ നമ്മളൊരു ഇതിനകത്ത് എഴുതുമ്പോൾ COPD അങ്ങനെ എഴുതി കഴിഞ്ഞ് പെട്ടെന്ന് എഴുതാം. ഒറ്റ മിനിറ്റ് മതി. COPD എഴുതി മറ്റേതോ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്. അങ്ങനെ ഒരു 5 പ്രാവശ്യം നമുക്ക് COPD എഴുതേണ്ട സ്ഥാനത്ത് ഇത്ര എഴുതി വരുമ്പോൾ എത്ര സ്ഥലവും പോകും? അവിടെ നമുക്ക് കുറെ സമയം നഷ്ടമാവും അല്ലെ? അപ്പോ ഇതെന്തിനു വേണ്ടി നമ്മൾ ഈ ഓരോന്നിന്റെ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ കുറെ ഒബ്സർവേഷൻസ് പഠിക്കുന്നുണ്ട്. അത് നമുക്ക് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്പേസ് കുറയ്ക്കാൻ. അപ്പൊ കുറച്ച് സ്ഥലം മതി എഴുതാൻ അല്ലേ? പിന്നെ അതിന് കറക്റ്റ് ആയിട്ട്, അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ആ സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഫുള്ള് വായിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ എറർ ഒന്നും വരൂല. കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി അല്ലെ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും നോക്കണ്ട. കുറച്ച് ലെറ്റേഴ്സ് ആണ് അതിനകത്ത് വരുന്നത് അല്ലെ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ അങ്ങനെ വരൂല. ഫുൾ എഴുതാനായിട്ട് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും, നമുക്ക് സ്പേസ് ലാഭിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ നമ്മളെ കുറെ അബ്രിവേറ്റഡ് ഫോം പഠിക്കുന്നുണ്ട്, അബ്രിവേഷൻ പഠിക്കുന്നുണ്ട്. ഓരോന്നിന്റെ അബ്രിവേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് 53 ആണ് കേട്ടോ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. 53-ല് C/O എന്താണ്? കംപ്ലൈനിങ് ഓഫ്. കംപ്ലൈനിങ് എന്ന് വെച്ചാൽ എന്താ? പരാതികൾ അല്ലെ? അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഇല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണേ ഉള്ളൂ. C/O എന്ന് പറഞ്ഞാൽ കംപ്ലൈനിങ് ഓഫ്, എന്തെങ്കിലും ഒരു പരാതി ഇത് പറയുന്നതാണ് C/O എന്ന് പറയുന്നത്. 53CO എന്താണ്? കാർഡിയാക് ഔട്ട്പുട്ട്. അത് കാർഡിയാക്കിന്റെ C, ഫസ്റ്റ് ലെറ്റർ C, ഔട്ട്പുട്ടിന്റെ O. കാർഡിയാക് ഔട്ട്പുട്ട് ഏതാണ് അതിന്റെ അബ്രിവേഷൻ ഫോം? CO. അതിന് മുന്നേ നമുക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിക്കാന്ന് അറിയണ്ടേ? ഇതിനകത്ത് ചോദിക്കും റൈറ്റ് ദ അബ്രിവേറ്റഡ് ഫോം ഓഫ് ഏതാണോ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അബ്രിവേറ്റഡ് ഫോം എഴുതാൻ പറയും. ഓക്കെ, അബ്രിവേഷൻസ് ഓരോന്നിന്റെ ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് പോലെ ഞാൻ ചോദിക്കാം, ഇതിനകത്ത് ഒരു എക്സാമിന് നമ്മൾ എന്താ ഇപ്പൊ പറയാ, ഏതാണ് CO? ഇപ്പൊ നമുക്ക് ചോദിക്കാം ദ അബ്രിവേറ്റഡ് ഫോം ഓഫ് കൺഫ്യൂഷൻ ഉണ്ടാകും. കൺഫ്യൂഷൻ ഉണ്ടാവില്ല, നമ്മളതാണ് അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറയണത്. കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് ചെസ്റ്റ് എക്സ്റേ അതിന്റെ അബ്രിവേറ്റഡ് ഫോം ഓരോന്നിന്റെയും നമുക്ക് പ്രീവിയസ് ഇതിനകത്ത് ഓരോന്നിന്റെയും നമുക്ക് എന്താ പറയാ, ഇത് ഇപ്പൊ അത് നോക്കിയേ. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് അത് മൊത്തത്തില് നമുക്ക് എങ്ങനെയാ, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതണ്ട, അതിന് പകരം ഏതാണ്? CO2 എന്ന് എഴുതിയാൽ മതി അല്ലെ? CO2. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും അബ്രിവേറ്റഡ് ഫോം എഴുതുമ്പോഴാണ് CO2 ആണെങ്കിൽ നമുക്കറിയാം എന്താണ് അതിന്റെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതിന്റെ ഓരോന്നും നോക്കാം. എന്നിട്ട് ഞാനേ ഈ അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് തേഴ്സ്ഡേ ഉണ്ടല്ലോ, തേഴ്സ്ഡേക്ക് വരുമ്പോൾ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതിനകത്ത് എടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പൊ നമുക്ക് അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ഒപ്പം നോക്കി പോവാം. അപ്പൊ ജസ്റ്റ് ഇത്രയൊന്നും നിങ്ങൾ മനസ്സിലാക്കുക, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ഇപ്പൊ CO എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വായിക്കണം? CO എന്ന് കണ്ടു കഴിഞ്ഞാൽ കാർഡിയാക് ഔട്ട്പുട്ട്, അതായത് കാർഡിയാക്കിന്റെ C, ഔട്ട്പുട്ടിന്റെ O, കാർഡിയാക് ഔട്ട്പുട്ട്. CO2 ആണെങ്കിൽ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. CO2ന്റെ കാർബൺ ഡൈ ഓക്സൈഡ്
കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ അതിന്റെ നമുക്ക് എങ്ങനെ എഴുതാം? ഷോർട്ട് ഫോം CO2 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ അടുത്തത് നോക്കാം നമുക്ക് COLD. COLD എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് ലങ് ഡിസീസ് ആണ്. ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ്. ഓക്കെ, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് ലങ് ഡിസീസ്. അതിന്റെ എല്ലാത്തിന്റെയും ആദ്യത്തെ ലെറ്റർ ആണ് എടുത്ത് എഴുതിയേക്കുന്നത് COLD. ഇതാണ് ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് ലങ് ഡിസീസ്. Okay, chronic obstructive lung disease, COLD. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. COLD ഒന്ന് നോട്ട് ചെയ്തിടാ. നിങ്ങളുടെ ആ നോട്ടിൽ ആ നമ്പർ ഇല്ലേ, നമ്പറിന്റെ അവിടെ നോട്ട് ചെയ്താലും മതി. ഒരു കുഞ്ഞ ടിക്ക് ഇട്ട് വെച്ച അവിടെ. ഓക്കെ, COLD, chronic obstructive lung disease. Chronic obstructive lung disease. ഓക്കെ, 56. അടുത്തത് 57, COPD, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്. അവിടെ പി എന്ന് പറയുന്ന പൾമോണറി ഡിസീസ് ആണ്. ഓക്കെ, ശ്വാസകോശപരമായിട്ടുള്ള ലങ്സ് സംബന്ധിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് ഇതാണ് ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്. അപ്പൊ ആ രണ്ടെണ്ണം നിങ്ങളൊന്ന് ടിക്കിട്ട് വെക്കാം. 56ഉം 57ഉം. COLD എന്ന് പറഞ്ഞാൽ ക്രോണിക്, അത് വ്യത്യാസമില്ലേ? രണ്ടും ഒന്നാവണ എങ്ങനെയാ നോക്കിയേ. COLD എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് ലങ് ഡിസീസ് ആണ്, ലങ് ഡിസീസ്. ഇവിടെ COPD എന്ന് പറഞ്ഞാൽ ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്. അതായത് എയർ ഫ്ലോ, അതായത് ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ആണ് ഈ chronic obstructive pulmonary disease എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് ദാറ്റ് ബ്ലോക്ക് ദ എയർ ഫ്ലോ. നമ്മുടെ എയർ ഫ്ലോ ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നത്, നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ഡിഫിക്കൽറ്റി, ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്, അതാണ് ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ് എന്ന് പറയുന്നത്. മറ്റത് ലങ്സിന് വരുന്ന ആ ഒരു ഡിസീസ് ഇതാണ്. ഇത് മറ്റത് നമ്മൾ പൾമോണറിനെ എടുത്ത് പറഞ്ഞുണ്ട്. ശ്വാസകോശ സംബന്ധമായ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, നിങ്ങൾ ഇതിന്റെ അബ്രിവേഷൻ ഫോം മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. 56ഉം 57ഉം നോട്ട് ചെയ്തോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ജസ്റ്റ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. 56ഉം 57ഉം നോക്കി വെച്ചോ. ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് ലങ് ഡിസീസ്, COLD, COPD, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. 56ഉം 57ഉം നോട്ട് ചെയ്ത് വെച്ചു.